ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഓൾറെഡി ഈ മാലയും കമ്മലും ഒക്കെ ഉണ്ടാക്കുന്ന ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ലോങ് വീഡിയോ ആണിത്. ഞാനിത് ഗിയർ വയറിലാണ് ചെയ്തത്. ഗിയർ വയറിൽ ആദ്യം കറക്റ്റ് അളവിന് കട്ട് ചെയ്തെടുത്തിട്ട് അത് ഡബിളായി മടക്കിയിട്ട് ആദ്യം അതിലേക്ക് ഞാനിട്ടത് ജംപ് ആണ്. ജംപ് ഇട്ടിട്ട് ഞാനത് ടൈറ്റ് ചെയ്തു. ഗിയർ ലോക്ക് വെച്ച് ടൈറ്റ് ചെയ്തതിന് ശേഷം രണ്ട് ഭാഗത്തും മുത്തുകൾ കോർത്ത് തുടങ്ങി കേട്ടോ. വൈറ്റ് മുത്തു രണ്ട് ഭാഗത്തും കോർത്തിട്ട് ഗ്യാപ്പിൽ ഈ ഫ്ലവർ ഇടുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഓൾറെഡി നമ്മളൊരു ചോക്കർ ഇതേപോലെ ചെയ്തിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് ഒരുമിച്ച് സെറ്റായിട്ട് ചെയ്തതായിരുന്നു. അതായത് കമ്മൽ, മാല, ബ്രേസ്ലെറ്റ് അങ്ങനെ 3 ഐറ്റമായിരുന്നു ഇതിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ കമ്മലും മാലയാണ് ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ രണ്ട് ഭാഗത്തും പതുക്കെ മുത്തുകൾ കോർത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിന് ശകുന്തളയുടെ മാല എന്നാണ് പേരിട്ടിരിക്കുന്നത്. കാരണം ഉണ്ടാക്കിയിട്ട് ഇട്ടൊക്കെ കഴിഞ്ഞ് നോക്കുമ്പോൾ ഇത് മൊത്തത്തിലൊരു വെള്ളയും പൂവും ഒക്കെ ആയപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയിട്ടോ. അപ്പോൾ ഞാൻ ശകുന്തളയുടെ മാല എന്നാണ് ഇതിന് പേര് വെച്ചത്. അപ്പം ഇത് ഏകദേശം ഒരേ അളവിന് രണ്ട് ഭാഗത്തും മുത്ത് കോർത്തെടുത്തിട്ട് അതിലേക്ക് ഫ്ലവർ ബീഡ് കോർത്ത് കൊടുത്തു കേട്ടോ. ഫ്ലവർ ബീഡും ഇതേപോലെ രണ്ട് ഭാഗത്തു കൂടിയും അതിന് ഹോളുണ്ടാവും. ആ രണ്ട് ഭാഗത്തും കറക്റ്റായി ഇട്ട് കൊടുക്കുക. അതുപോലെ ഇത് കഴിഞ്ഞിട്ട് അടുത്ത ഫ്ലവർ ബീഡ് ഇടുമ്പോഴാണ് ചെറുതായി ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ആവേശത്തിൽ ഇട്ട് പോയാൽ ഒരു പൂവ് മുന്നിലേക്കും ഒരു പൂവ് പിന്നിലേക്കും തിരിഞ്ഞിരിക്കാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ എല്ലാവർക്കും അങ്ങനെ സംഭവിക്കില്ല, എല്ലാവരും ശ്രദ്ധിക്കും. പക്ഷെ മാക്സിമം എനിക്കത് സംഭവിക്കാറുണ്ട്. ഞാൻ എന്താ പറയുക, ഈ ഉഴപ്പലിൻ്റെ അങ്ങേയറ്റമായതുകൊണ്ട് എടുത്ത് ചാടി വീഴുകയും ചെയ്യും. ലാസ്റ്റ് നോക്കുമ്പോൾ എവിടെയെങ്കിലും ഒന്ന് പാളിപ്പോയിട്ടുണ്ടാകും. എന്നിട്ട് പിന്നെ വീണ്ടും ഞാനത് ആദ്യം തൊട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത് ഏകദേശം എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഗിയർ ലോക്ക് ഇട്ടിട്ട് അത് ടൈറ്റ് ചെയ്ത് ഗിയർ ലോക്ക് ഇടാൻ ആദ്യം രണ്ട് ഭാഗം ഗിയർ വയറിൻ്റെ രണ്ട് ഭാഗം കൂടെ ഗിയർ ലോക്കിൻ്റെ ഉള്ളിലേക്ക് ഇടുക. എന്നിട്ട് അത് രണ്ടും കൂടെ ചേർത്തിട്ട് അതിലേക്ക് ഒരു ജംപ് ഇടുക. ജംപ് ഇട്ടിട്ട് രണ്ട് ഭാഗം കൂടെ ഗിയർ വയറിൻ്റെ രണ്ട് ഭാഗം കൂടെ ഗിയർ ലോക്കിൻ്റെ ഉള്ളിലൂടെ പതുക്കെ വലിച്ചെടുത്തിട്ട് ടൈറ്റ് ചെയ്യുക. ഏകദേശം ടൈറ്റായി കഴിയുമ്പോൾ ഗിയർ ലോക്ക് നമുക്ക് പ്രസ് ചെയ്തിട്ട് അത് നല്ലവണ്ണം അവിടെ സെക്യൂർ ചെയ്ത് കൊടുക്കുക. പിന്നെ അത് ആവശ്യമില്ലാത്ത ഭാഗം, എക്സ്ട്രാ വരുന്ന ഭാഗം കട്ട് ചെയ്തും കൊടുത്താൽ ഗിയർ ലോക്കിൽ നിന്ന് പിന്നെ അത് വിട്ട് വരുമൊന്നുമില്ല കേട്ടോ. നമ്മൾ നൂല് ഒക്കെ ആകുമ്പോൾ ചിലപ്പോൾ പൊട്ടിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. ഗിയർ വയറിൽ അതിലങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. ഗിയർ ലോക്ക് ഇട്ടാൽ പിന്നെ അത് അഴിഞ്ഞു വരില്ല കേട്ടോ. അതിങ്ങനെ നല്ലവണ്ണം ടൈറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മളുടെ നോസ് പ്ലെയർ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഞാൻ ജംപറിങ്ങിലേക്ക് ചെയിനാണ് കേട്ടോ ഇട്ടത്. ബാക്ക് ത്രെഡാണ് സാധാരണ യൂസ് ചെയ്യാറുള്ളത്. പക്ഷേ ഇതിന് ഞാൻ ചെയിനാണ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതേ ചെയിൻ ഇട്ടിട്ട് ജംപറിങ് നന്നായി ടൈറ്റ് ചെയ്ത് കൊടുക്കണം. നല്ലോണം പ്രസ് ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ അത് അഴിഞ്ഞ് വരാനും അതിങ്ങനെ എന്താ പറയുക, ഒരു കംപ്ലീറ്റ് അല്ലാത്ത പോലെ തോന്നും നമുക്ക് കേട്ടോ. പിന്നെ അപ്പുറത്തും ഇപ്പുറത്തും ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതിലേക്ക് എസ്കോൾത്ത് തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എസ്കോൾത്ത് തന്നെയാണ് ഇട്ട് കൊടുത്തതിലെ. അപ്പോൾ ഇതാണ് മാലയുടെ ഏകദേശം പരിപാടി. അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഏകദേശം മാല കംപ്ലീറ്റ് ആയി. അതിന് ശേഷം ഞാൻ കമ്മൽ എന്ത് ചെയ്യണമെന്ന് ഭയങ്കര ആലോചനയായിരുന്നു, എങ്ങനെ ആക്കണം എന്നുള്ളത്. അപ്പോൾ സെയിം ഫ്ലവർ ബീഡ് തന്നെ ആദ്യം എടുത്തു. ഫ്ലവർ ബീഡിൻ്റെ ഉള്ളിലേക്ക് ഒരേ അളവിൽ രണ്ട് ഗിയർ വയർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വെച്ചിട്ടാണ് ഞാനിത് ചെയ്തത്. അല്ലെങ്കിൽ പിന്നെ അളവില്ലാതെ പിന്നെ ഞാൻ വീണ്ടും കഷ്ടപ്പെടണം. അപ്പം ഞാൻ ആദ്യം ഗിയർ വയർ രണ്ട് ഭാഗവും ഫ്ലവർ ബീഡിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വലിച്ചിട്ട് കൊടുത്തിട്ട് രണ്ട് ഭാഗത്തും ഞാൻ പേൾസ്, ആദ്യം കുഞ്ഞു കുഞ്ഞു പേൾസാണ് ഇട്ടത്. അതിനുശേഷം ഏറ്റവും അറ്റത്ത് കുറച്ച് വലിയ ബീഡ് ഇട്ട് കൊടുത്തു കേട്ടോ, വൈറ്റ് ബീഡ്. അങ്ങനെ അതിട്ടിട്ട് ഗിയർ ലോക്ക് ഇട്ടത് സെക്യൂർ ചെയ്തു. ഏകദേശം എന്താ പറയുക, ഇങ്ങനെ ഫ്ലവറിൽ നിന്ന് രണ്ട് മുത്തിൻ്റെ ഇതിങ്ങനെ തൂങ്ങിക്കിടക്കുന്ന പോലെ ഉള്ളൊരിതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ അവസാനത്തെ ലുക്കും കറക്റ്റായി തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പക്ഷേ ഒരു ഭാഗം കുറച്ച് വലുതും ഒരു ഭാഗം ചെറുതും അങ്ങനെയാണ് ചെയ്തത്. ഒരേ അളവിലേക്ക് അത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. രണ്ടും അങ്ങനെയാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ചെയ്ത് വന്നു കഴിഞ്ഞപ്പം ഈ സെറ്റ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് ഓൾറെഡി ഒരാൾ പറഞ്ഞിട്ട് ചെയ്തതാണ്. പിന്നെ ഇത് ചെയ്തിട്ടും കൊടുത്തിട്ടൊക്കെ ഒത്തിരി ദിവസമായി. എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ട് ഞാനിതിൻ്റെ വീഡിയോ വളരെ ലേറ്റായിട്ടാണ് ഇടുന്നത്. ഏകദേശം 1.5 മാസം കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ ഞാൻ ലോങ് വീഡിയോ ഇടുന്നത് കേട്ടോ. ഇത് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടാണ് ചെയ്യുന്നത്. ഇത് എന്തോ സ്കൂളിലത്തെ എന്തോ പ്രോഗ്രാമിന് വേണ്ടിയാണ് ചോദിച്ചത് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ.
അപ്പോൾ ഞാനത് ചെയ്ത് ഓൾറെഡി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതേ അറ്റത്ത് വലിയ ബീഡാണ് ഇട്ടത് കേട്ടോ, കുറച്ച് വലിയ. ആദ്യം ഫുള്ളും ഒരേപോലത്തെ ബീഡ് ഇട്ട് നോക്കി. അപ്പോൾ എനിക്ക് എന്തോന്നാണ്ട് സെറ്റായില്ല. അപ്പോൾ ഞാനത് മാറ്റിയിട്ട് ഏറ്റവും അറ്റത്ത് മാത്രം ഇതേ ഒരു വലിയ ബീഡ് ഇട്ടു. എന്നിട്ട് ഗിയർ ലോക്ക് ഇടുക തന്നെയാണ് ചെയ്തിട്ടോ. ഗിയർ ലോക്ക് ഇട്ടിട്ട് ടൈറ്റ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് എക്സ്ട്രാ വരുന്ന ഭാഗം കട്ട് ചെയ്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ എനിക്കിങ്ങനെ വലിയ സംഭവമായിട്ടൊന്നും ചെയ്യാനറിയില്ല, എന്നാലും എൻ്റെ ഒരു ഇഷ്ടമാണിത്. എനിക്കിത് ചെയ്യാൻ ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഈ പരിപാടി ചെയ്യുന്നത് കേട്ടോ. ഇനി അടുത്തത് കമ്മലിലേക്ക് ഒരു സ്റ്റഡും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ കമ്മൽ റെഡി ആയിട്ടുണ്ട്. ആദ്യം കുറച്ചിങ്ങനെ ടൈറ്റായി നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് ഒന്ന് ഇത് ചെയ്തതിന് ശേഷം വീണ്ടും ഞാനത് ശരിയാക്കിയിട്ടുണ്ടായിരുന്നു. കുറച്ച് ഒരുപാട് നമ്മൾ ഗിയർ വയർ ഇങ്ങനെ വലിച്ച് പിടിച്ചതുകൊണ്ടാണെന്ന് മനസ്സിലായപ്പോൾ ഞാനത് വീണ്ടും ശരിയാക്കിയിട്ട് കുറച്ച് ലൂസാക്കി വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ശരിയായിട്ടുണ്ടായിരുന്നു. അത് വലിയ ബുദ്ധിമുട്ടില്ലാതെ നിന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് ഫൈനൽ ലുക്ക് കമ്മലിൻ്റെയും മാലയുടെയും കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാനൊരു ബ്രേസ്ലെറ്റും കൂടെ ചെയ്തിട്ടുണ്ട് ഇതിന് മാച്ചായിട്ട് തന്നെ. ഇതേ ബീഡുകൾ വെച്ചിട്ട് തന്നെ, വൈറ്റ് ബീഡും നമ്മളുടെ ഈ ഫ്ലവർ ബീഡും വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഷോർട്സ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ മാലയും കമ്മലും ഒക്കെ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യണേ. പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ, കൂടണേ. താങ്ക് യു.